എവിടെയാണ് പോകുന്നതെന്നറിയോ? അപ്പോൾ ഇത് നോയ്സ് കുറച്ച് പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഞാൻ മൈക്ക് യൂസ് ചെയ്തില്ല, ജസ്റ്റ് ഫോണിലാണ് എടുക്കുന്നത് വീഡിയോസ്. നല്ല കാറ്റുണ്ട് ഈ ഏരിയയിൽ, അപ്പോൾ എനിക്ക് വോയിസ് എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഏരിയയിൽ കുറച്ച് കാറ്റുണ്ട് കേട്ടോ. ഈ കാർ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അവർക്കത് വലിയൊരു കാര്യമാണ്. ജീപ്പിൻ്റെ ഇത് കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. മുന്നത്തെ ഇപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരുവിധം ബ്ലോഗർമാരൊക്കെ ഇപ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് വീഡിയോസ് എടുക്കുന്നതാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്, നമുക്ക് നാട്ടിൽ വരുമ്പോൾ ഉള്ള ഒരു ഫ്രീഡം കാര്യങ്ങൾ, നാട്ടിൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു ഫ്രീഡം കാര്യങ്ങളൊന്നും വേറെ എവിടെ കിട്ടില്ല. അപ്പോൾ ഫ്രീഡം പ്രതീക്ഷിച്ച് പോകുന്ന എല്ലാവർക്കും ഇതൊരു വേറെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഫുള്ളും ഈ ലൈറ്റുകൾ വെച്ചിട്ട് സൗണ്ട് കട്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പെരുന്നാളൊക്കെ നമുക്ക് വരുന്നേക്കാൾ കൂടുതൽ ഇവിടെ ഭയങ്കര ആഘോഷം ഈ ഒരു നാഷണൽ ഡേ ആണ്. അപ്പോൾ ഫുള്ളും റോഡ് ഈ അറ്റം തൊട്ട് അങ്ങേ അറ്റം ഫുള്ളും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അതാണ് ഇവിടുത്തെ മെയിൻ. ഇവർ ഫുള്ളും അവരുടെ പ്ലേസ് അട്രാക്ഷൻ ചെയ്യിപ്പിക്കാൻ കൂടുതലും നോക്കും. ഇവരാണ് ഞാൻ സ്ഥിരം ഇവിടെ വരുമ്പോൾ വരാറുള്ള പൂച്ചാട്ടാ. ഇവനിപ്പോൾ എന്നെ വന്ന് പരിചയമായി, കണ്ട് പരിചയമായി ഇവനിപ്പോൾ. മുന്നേന്ന് വെച്ചാൽ ഇവിടെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇവരെ ഫീഡ് ചെയ്താൽ ഫൈൻ 5000 ദിറംസ്. വീഡിയോയിൽ കാണുന്ന ഓറഞ്ച് ക്യാറ്റിൻ്റെ അതേ ടൈപ്പാട്ടോ, ഭയങ്കര ചബ്ബിയാണ്. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ ക്യാറ്റ്സ് ആട്ടോ. മുന്നൊക്കെ ഇവിടുത്തെ ലോക്കൽ ക്യാറ്റ്സ് നമ്മുടെ നാട്ടിലെ പോലെ അധികം വലിപ്പമൊന്നും ഇല്ലാത്തതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവർ കൊടുക്കുന്ന ഫുഡുണ്ടല്ലോ, നമ്മുടെ അവിടുത്തെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ് ഇവരുടെ ഫുഡ്. അതിൽ തന്നെ ഇവരുടെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ഇവർക്ക് ഭയങ്കര സുഖമാണ്. നമ്മൾ നോക്കുന്നതിനേക്കാളും ഭയങ്കര ലക്ഷറി ലൈഫാണ് ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട്. ഇവരെ ഇപ്പം എന്നും വന്ന് ശീലമായി. ഞാനവിടെ നിൽക്കട്ടെ, ഇനി വരുമ്പോൾ കാണാം. അവൻ മാറ്റി കാണുന്ന 2 ലൈൻസ് ഉണ്ടോ, ഇതിലൊന്ന് സൈക്കിൾ ട്രാക്കാണ്, ഒന്നാണ് നമുക്ക് വാക്ക് ചെയ്യാനുള്ളത്. ഇതിലിപ്പോൾ ജോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ, ഓടലും അതൊക്കെയുണ്ട്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് ഈ കോർണിഷൻ്റെ അങ്ങേയറ്റം, എനിക്ക് എൻ്റെ ഫോണിൽ അത്ര ക്ലിയർ ആയിട്ടില്ല, എൻ്റെ ഈ ഐഫോൺ ഇനി ചേഞ്ച് ചെയ്യാറായി. അപ്പോൾ അതിൻ്റെ ടൈം വരുമ്പോൾ നമുക്ക് മാറ്റണം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആട്ടോ ഇത്. ഇപ്പോൾ ഈ കാണുന്ന ആ ഒരു ഇവിടുത്തെ ഫ്ലാഗിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് അത് WTC മോളാണ്. അത് ഇവിടുത്തെ എവിടെ നിന്നാലും കാണാം. അപ്പോൾ അതിൻ്റെ ഒരു ഊഹം വെച്ചിട്ട് നമുക്ക് ഇവിടെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് പോകാം കേട്ടോ. അതിപ്പോൾ ആളുകളൊക്കെ ജോഗിങ്ങിന് ഇറങ്ങിയേക്കുന്ന സമയമാണ്. ഇനിയും കുറേ പൂച്ചക്കുട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ഏരിയയിലാണ്, ആ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ്. അത് ഫാബിൻ്റെ ബിൽഡിങ് അങ്ങനെ കുറേ ഉണ്ട്. അവിടെ വരുമ്പോൾ കാണാൻ പറ്റും. പകൽ വന്നാലേ അതിൻ്റെ ഭംഗി എനിക്ക് ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. ഈ വാക്കിംഗ് ഏരിയയിൽ സൈഡിൽ മൊത്തം റെഡ് ഫ്ലവേഴ്സാണ്. അങ്ങേയറ്റം എത്തുമ്പോൾ കളേഴ്സ് ചേഞ്ച് ചെയ്ത് വയലറ്റ് കളർ ഫ്ലവർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ കുറേ കളേഴ്സുള്ള ചെടികളുണ്ട് കേട്ടോ ഈ അറ്റത്തും. പിന്നെ അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെ. സോറി, ഇത് സൈക്കിൾ ഏരിയയിൽ നടന്നാൽ ശരിക്കും പറഞ്ഞാൽ ഫൈനാണ്. ഇനിയിപ്പോൾ അറിഞ്ഞില്ല, ഓർത്തില്ല. അപ്പോൾ പിന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഒരു ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ കാറ്റിനെ ആരോ ഈ കോർണിഷിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആരും ഇവിടെ ഫീഡ് ചെയ്യാൻ പാടില്ല, എന്നാലും ഞാൻ ആരും കാണാതെയൊക്കെ അവിടെ ബിസ്ക്കറ്റൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം ഞാൻ അവനെ ആക്കി കാണിച്ചു കൊടുത്തു. അവന് പരിചയമില്ലാതെ ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട്. അവന് എടുക്കാൻ പറ്റത്തില്ലല്ലോ, അറിയില്ല, എല്ലാത്തിൻ്റെയും മേലെ ചിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എടുത്ത് നമുക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. പിന്നെ റൂംസിലെല്ലാം ഇവിടെ. പക്ഷെ ഇവിടെ ഇപ്പോൾ അവർ ഒറ്റപ്പെട്ടാലും അവർക്ക് ജീവിക്കാനൊക്കെ പറ്റിട്ടോ. ഫുഡും നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, ഒന്നിനും ഇതൊന്നുമില്ല, പ്രശ്നമില്ല. അവന്മാരെ നല്ല ഇതായിരിക്കും, അവർ കെയർ ചെയ്തോളും. അപ്പോൾ ഞാനത് ഇന്നും ഇവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ അവനെ പിടിച്ചിട്ട് കിട്ടിയില്ല, വിളിച്ചിട്ട് വന്നില്ല. അവൻ നോക്കി വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ. പിന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ ഈ സമയത്താണ് വോക്ക് ചെയ്യാൻ കുറച്ചും കൂടി സുഖം നടക്കാനൊക്കെ. ഞാൻ ഒന്ന് ഒറ്റയ്ക്കാണ് വന്നത് കേട്ടോ. ശരിക്കും മോർണിംഗ് വന്നു കഴിഞ്ഞാലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനും എല്ലാത്തിനും രസം കേട്ടോ.
മോർണിംഗ് വരുമ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു പാർക്കിൻ്റെ നല്ല ഭംഗിയാണ്. മൊത്തത്തിൽ ഫ്ലവറും കാര്യങ്ങളും ഗാർഡനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അങ്ങനെ അപ്പോൾ ഇതുപോലത്തെ കുറേ സ്കൂട്ടീസ് ഇവിടെ ഉണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ പേയ്മെൻ്റ് എടുത്തിട്ട് നമുക്കതിൽ ജസ്റ്റ് റൈഡ് ചെയ്യാം കേട്ടോ. റോഡിലേക്ക് ഇറക്കാൻ അധികം പറ്റില്ല. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ ക്യാറ്റ് ഇവിടെ തന്നെ ഇരിപ്പുണ്ടാവും, ഈ പ്ലേസിൽ തന്നെ. ഇപ്പം എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, അവനിവിടെ ആകെ പേടിച്ചിരിക്കുക. അവൻ ആരും എടുത്തിട്ടില്ല, ഇങ്ങനെ പേടിച്ചിരിപ്പുണ്ട്. പക്ഷെ ആ ക്യാറ്റ് ഇവിടെ പുതിയതായതുകൊണ്ടാണെന്ന് തോന്നുന്നു, അതിന് അറിയില്ല എവിടെ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, ഫുഡൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അത് എന്താ പറയുക, ഇപ്പം രണ്ടാമത്തെ ഞാൻ വന്ന് നോക്കിയപ്പോൾ അതിനെ കാണാനുമില്ല, എവിടെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ നടന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ക്യാറ്റ് ഇവിടെ അവിടെ തന്നെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. പാവം പറഞ്ഞു കുറച്ച് നേരം അതിൻ്റെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ ഇപ്പം ഞാൻ ഫുഡ് എടുക്കാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേനും അതിനെ കാണാനില്ല. ചിലപ്പോൾ അത് ഭംഗിയിരിക്കുന്നുണ്ടാവട്ടെ എവിടെയെങ്കിലും. പക്ഷെ കോളയൊന്നും കഴിക്കാറില്ല കേട്ടോ. ഡയറ്റൊക്കെ തുടങ്ങാമെന്നങ്ങനെ വിചാരിച്ചു. പക്ഷെ കുറച്ച് ദിവസമായിട്ട് നല്ല ഹെവി ഫുഡ് അടിയായിരുന്നു. ഇത് കണ്ടോ, ഇത് എപ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെ കേട്ടോ. ഇവർ ശരിയാക്കത്തില്ല തോന്നുന്നു. ഇങ്ങനെ ഇത് വാക്കിംഗ് അല്ല ശരിക്കും. കാരണം ഇത് കണ്ടോ, കുറേ നാളായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടൊരു 2 ഇയറിന് മേലെ 3 ഇയറായി. അപ്പോഴും ഇതിങ്ങനെ ശരിയാക്കാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ പക്ഷെ എനിക്ക് വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ പിള്ളേർ ആരും ഇല്ല. ഇതായത് കാരണം ആരും ഈ ഏരിയയിലേക്ക് വരാറില്ല. അപ്പുറത്തെ പാർക്കിലാണ് പോവാറ്. ഇവിടെ കുറച്ച് സൈലൻസ് ആട്ടോ. അല്ലെങ്കിൽ ഇവിടെ പൊതുവേ സൈലൻസ് ആണ്. പിന്നെ അവിടെ ഒരു ഫാമിലി ഇതാ ഫുഡ് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചിരിക്കും കേട്ടോ. അങ്ങനെ പൂച്ചയുടെ പിന്നാലെ നടന്ന് ഞാൻ വയ്യാണ്ടായി. അത് അവിടെ ഇരിക്കുന്നുണ്ട്. അതിന് ഫുഡ് കിട്ടുന്ന ഏരിയ മനസ്സിലായി. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് ഇവിടുത്തെ പൂച്ചകളുടെ കൂടെ അങ്ങ് ഓടും. പിന്നെ ഇവിടുത്തെ പൂച്ചകളൊന്നും പട്ടിണി കിടന്ന് ഇതാവത്തില്ല കേട്ടോ. കാരണം അത്രയും എല്ലാവരും നല്ല എനർജറ്റിക്കാണ് അത്യാവശ്യം. മുന്നേ മുയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ ഇവിടെ മുയലിനെയൊക്കെ കൊണ്ടിട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ അത് കാണാനില്ല ഇവിടെ. അങ്ങനെ മുയൽ, താറാവ് അതൊക്കെ അപ്പുറത്തെ കോർണിഷിലോട്ട് മാറി. ഇവിടെ ഇപ്പോൾ ക്യാറ്റുകൾ മാത്രമേ ഉള്ളൂ. ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ എന്താണ് ഗൈസ്? നാട്ടിലെ മഴയാണോ എന്താണ് അവിടെ? ഇപ്പോൾ ഞാൻ നാട്ടിലിപ്പോൾ 1 മന്ത് നിന്നപ്പോൾ മഴയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടി. പക്ഷേ എല്ലാം അധികമായി കഴിയുമ്പോൾ അത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? ഇപ്പം മഴയാണെങ്കിലും വെയിലാണെങ്കിലും ചൂടാണെങ്കിലും മഞ്ഞാണെങ്കിലും എന്താണെങ്കിലും അധികമായി കഴിഞ്ഞാൽ അമൃതം വിഷം പറഞ്ഞ പോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തുടങ്ങും. അപ്പം എല്ലാം ഒരു കാര്യത്തിനങ്ങ് മതി അല്ലേ? അങ്ങനെ നമ്മുടെ എന്താ പറയുക, വാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര കുറവാട്ടോ. നിങ്ങളാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ലൈക്ക് ചെയ്യണം. എല്ലാവരും നല്ല രീതിക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം എനിക്കറിയാം എൻ്റെ വീഡിയോസിൽ കുറേ ഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം. എന്താ പറയുക, നമ്മൾ ഈ എന്താ പറയുക, എനിക്ക് വീഡിയോസൊക്കെ ഞാനിങ്ങനെ എഡിറ്റിങ് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്കതിനെപ്പറ്റി ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് എന്നെ ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എഡിറ്റിംഗ് വശങ്ങളൊക്കെ കുറേയൊക്കെ എനിക്ക് കുറച്ച് തപ്പും പിടിയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫോൾട്ടും കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ അത് പോകെയാണ് നമുക്ക് എല്ലാ കാര്യം ക്ലാരിറ്റിയും ക്ലിയറൊക്കെ വരിക. അപ്പോൾ അതുപോലെ അതും വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കിട്ടിയേ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഇത് പറയുമല്ല, കിട്ടുമ്പോഴാണല്ലോ നമുക്ക് കൂടുതലും ഓരോ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഭയങ്കര ഒരു ഉത്സാഹം വരുമല്ലോ. ഇപ്പം ഇവിടെ വന്നപ്പോൾ കുറച്ച് ദിവസം ഒരു മടി പിടിച്ചു എന്നുള്ളത് നേരാണ്. കാരണം എന്താ പറയുക, കുറച്ച് പണിയിലായിപ്പോയി.
വർക്കിൻ്റെയും വന്നിട്ടുള്ള ആ ഒരു നമ്മളൊന്ന് വീണ്ടും ഇവിടെ സെറ്റിൽ ആവാനുള്ള ഒരു ടൈം എടുക്കുമല്ലോ, അതിൻ്റേതൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നാട് എപ്പോഴും നമ്മുടെ സ്വന്തം നാട് കഴിഞ്ഞിട്ടേ ഉള്ളൂല്ലോ എന്തും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇനി എന്നും കോർണിഷനെ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മടുക്കുമെന്നറിയാം. അപ്പോൾ ഇപ്പോൾ നാഷണൽ ഡേ ആണ് ഇവിടെ വരാൻ പോകുന്നത്. അതിൻ്റെ ഒരുക്കത്തിലാണ് ശരിക്കും പറഞ്ഞാൽ UAE. നാഷണൽ ഡേയുടെ ഒരുക്കങ്ങൾ ഒരുവിധമൊക്കെ ആയി തുടങ്ങി. അതായത് എന്താ പറയുക, ലൈക്ക് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, അതുപോലെ നാഷണൽ ഡേയുടെ ഫ്ലാഗുകൾ, അങ്ങനെ എല്ലാ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സും ഇപ്പോൾ UAEയിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് കണ്ടോ, സ്കൂട്ടിൽ പിള്ളേർ അടിച്ച് മിനിച്ച് പോയി. എനിക്കിപ്പോഴും അത് എങ്ങനെ കളിക്കണ്ടേന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെയുള്ള പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് അത് സംഭവം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ UAEൻ്റെ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നാഷണൽ ഡേയുടെ അന്നാണ് നമുക്ക് ഏത് മലയാളി എന്നല്ല എല്ലാവരും എന്താ കളിച്ചു ഇത്രയധികം ആൾക്കാർ ഇതിൻ്റെ അകത്ത് എവിടെയായിരുന്നു എന്നുള്ളത്. കാരണം അന്നത്തെ ഒരു ദിവസം ഇവിടെ എന്തും ആവാം എന്നുള്ള രീതിയിൽ കിടന്ന് എന്താ പറയുക, എല്ലാ ആളുകളും പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഇവിടെയുള്ള ആളുകളിനെ, ഇവിടുത്തെ നാഷണാലിറ്റി ആൾക്കാരെയും നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിൻ്റെ അകത്ത് ഈ UAEയിൽ മറ്റേ ഇത്രയും അധികം ആൾക്കാരുണ്ടോ എന്നുള്ളത് പോലും നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ കേട്ടോ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, അപ്പം അങ്ങനെ ഇവിടുത്തെ നാഷണൽ ഡേയുടെ അന്നാണ് ഇവിടെ ഭയങ്കര എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ സ്പ്രേ ചെയ്തും. അത് അന്നത്തെ ഒരു ദിവസമൊക്കെ ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ അത് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പണി കിട്ടും. അന്നത്തെ ദിവസം ഇവിടെയുള്ള പോലീസുകാരും കാര്യങ്ങളൊക്കെ അത് ക്ഷമിക്കും. അത് കഴിഞ്ഞിട്ടും അതിൻ്റെ ഇത് തീർന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആഘോഷമൊക്കെ ആഘോഷത്തിൻ്റെ ദിവസം, അത് കഴിഞ്ഞ് ലിമിറ്റ് വിടാനൊന്നും ഇവിടെ സമ്മതിക്കില്ല കേട്ടോ. അതുകൊണ്ട് അന്നത്തെ ദിവസം എല്ലാവരും അറിഞ്ഞ് തന്നെ ആഘോഷിക്കും. ഓ ഗോഡ്, അതെനിക്ക് മാത്രം കിട്ടിയുള്ളോ? അയ്യോ, ഞാൻ മാത്രം കണ്ടതാണോ ദൈവമേ? അതിപ്പോൾ എനിക്ക് മാത്രം ക്യാപ്ചറായോ? അയ്യോ, നിങ്ങളത് കണ്ടോ ഗൈസ്? ഇത് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വീഡിയോയിൽ ഞാൻ എന്തോ ഒരു നേരത്തെ ഇങ്ങനെ എടുത്തോണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയതാട്ടോ ആ ഒരു ഇത്. എൻ്റെ ദൈവമേ, നേരത്തെ എന്തോ കണ്ടത് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം തോന്നിയതായിരിക്കും ഞാൻ വിചാരിച്ചേട്ടോ. പക്ഷെ ഞാൻ എന്നിട്ട് വീഡിയോ എടുത്ത് ഞാൻ വീണ്ടും എടുത്ത് നോക്കി അത് എന്താ സംഭവം എന്ന്. അതെന്തോ ഒരു സ്റ്റാർ ആണത് ആ പോയത്. അതെന്തോ ലൈറ്റിംഗ് ആണോ അതൊക്കെ ഇനിയിപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്താലേ അറിയുള്ളൂ. പക്ഷെ സംഭവം വീഡിയോയിൽ എൻ്റെ ക്യാപ്ചർ ആയിട്ടാ. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. കാരണം എനിക്കിവിടെ വീഡിയോ എടുക്കുന്നതിൽ ഇപ്പോൾ ആൾ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പാർക്കിൽ അത്യാവശ്യം ഇന്ന് തിരക്കുണ്ട്, ക്രൗഡുണ്ട്, സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ ഇനി വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫൈൻ ഒക്കെ അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പബ്ലിക് ഏരിയയിൽ നിന്ന് അങ്ങനെ നീങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ തിരിച്ച് റൂമിൽ പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ വീണ്ടും വരും വീഡിയോസൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ നാഷണൽ ഡേയുടെ അന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ നാഷണൽ ഡേയുടെ അന്ന് ഞാൻ എന്തായാലും വീഡിയോസൊക്കെ എടുക്കും. ഇവിടുത്തെ റിയൽ എന്താണ് ഇവിടുത്തെ നാഷണൽ ഡേയിൽ ഇവിടുത്തെ ആളുകൾ ആഘോഷിക്കുന്ന റിയൽ രീതികൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ ആഘോഷിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ദിവസം നമുക്ക് കുറേ ഇവിടുത്തെ അറബ്സിൻ്റെയൊക്കെ കുട്ടികളും എല്ലാവരുടെയും ഫാമിലിയൊക്കെ ഇറങ്ങി ഈ കുറേ സ്പ്രേ പെയിൻറ്റിങ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കളേഴ്സ് അത് ഇതൊക്കെ മുഖത്തേക്ക് ഇടലും അങ്ങനെ ഭയങ്കര രസമായിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നാഷണൽ ഡേയുടെ അന്നത്തെ വീഡിയോസ് എന്തായാലും ഞാൻ ഇടാം. അപ്പോൾ ഇന്നത്തെ ഡേ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.